ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വസിക്കുന്നു. അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അവന്റെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അതറിഞ്ഞ് ചെയ്യുന്നവരും അനുകരിക്കുന്നവരും നമ്മളുടെ കൂട്ടത്തിൽ ഉണ്ടാകാറുണ്ട്. ആ കാര്യം മനസ്സിലാകാനൊരു ഉദാഹരണമായി പറഞ്ഞാൽ, ഇന്നത്തെ വെള്ളിയാഴ്ച ദിനത്തിനോടുള്ള പലരുടെയും സമീപനം തന്നെ നമ്മൾ പരിശോധിച്ചാൽ അത് മനസ്സിലാവും. പലർക്കും അറിവല്ല, അനുകരണമാണ് ഈ വെള്ളിയാഴ്ച ദിവസത്തിന്റെ കാര്യത്തോടുള്ള പെരുമാറ്റത്തിൽ നമ്മൾ നിഴലിച്ച് കാണാറുള്ളത്. നിസ്സാര കാരണങ്ങൾക്ക് ജുമുഅ നഷ്ടപ്പെടുത്തുന്ന ആളുകൾ ഇപ്പോഴുമുണ്ട്. ചെറിയ എന്തെങ്കിലും ഒരു കാരണം വന്നാൽ അന്ന് ജുമുഅക്ക് പോകാതിരിക്കുക. അതുപോലെ തന്നെ എണ്ണത്തിൽ കുറവാണെങ്കിലും ചിലരെങ്കിലും വെള്ളിയാഴ്ച ദിവസം പോലും യാതൊരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെ വീട്ടിൽ TV കണ്ടും ഫോണിൽ അതുപോലെയുള്ള വൃത്തികേടുകൾ കണ്ടുകൊണ്ടുമൊക്കെ അങ്ങനെ ചിലവഴിക്കുന്ന ആളുകൾ, പള്ളിയിലേക്ക് ഒട്ടും പോകാത്ത ആളുകൾ, അതിപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വേറെ ചിലരുടെ സമീപനം എന്ന് പറയുന്നത് വളരെ വൈകി വരിക എന്നുള്ളതാണ്. അത് ഏതെങ്കിലും ദിവസം ഒരു പക്ഷേ മനുഷ്യന് വൈകിയേക്കാം, കാരണങ്ങൾ ഉണ്ടാകാം. പ്രത്യേകിച്ച് യാത്ര ചെയ്യപ്പെടുകയോ മറ്റെന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരികയോ ചെയ്ത് വൈകി വന്നേക്കാം. അതുകുറിച്ചല്ല ഞാൻ പറയുന്നത്. സ്ഥിരമായി വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ നേരത്തെ പള്ളിയിലെത്തുന്ന ഒരു സ്വഭാവം ഒട്ടുമേ ഇല്ലാത്ത രീതി, അത് ജീവിതത്തിന്റെ ഭാഗം തന്നെയാണ്. അത് വളരെ വൈകി വരുന്ന ഒരു രൂപം, എന്നും ആ അവസാനം നമസ്കരിക്കുന്ന ആ സമയത്ത് കയറി വരുന്ന ആളുകൾ. അപൂർവം ചില ആളുകളെങ്കിലും അത് വരാതിരിക്കാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, നേരത്തെ വന്നാൽ ഖുതുബ മുഴുവൻ കേൾക്കേണ്ടി വരും. ഖുതുബ മുഴുവൻ കേട്ടാൽ ചിലപ്പോൾ അതിലുള്ളവർക്ക് ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. അപ്പൊ അത് വേണ്ട, ആ ഖുതുബ അങ്ങനെ കഴിയാൻ കാത്തു നിൽക്കുകയും അബദ്ധത്തിലെങ്ങാനും കുറച്ച് നേരത്തെ വന്നാൽ ആ ഖുതുബ അങ്ങനെ തീരുന്നത് വരെ പുറത്ത് ഒതുണ്ടാക്കി കാല് വരുത്തി കഴുകി അങ്ങനെ ആ നിസ്കരിക്കുന്ന ടൈമിൽ വന്ന് കയറിയിട്ട് അത് ചെയ്യുന്നുണ്ട് ഇറങ്ങി പോകുന്ന രൂപം. അതെന്താന്ന് വെച്ചാൽ മനസാക്ഷി കുത്താണ്. നിസ്കരിക്കാനും വെള്ളിയാഴ്ച ജുമുഅക്ക് പോയില്ല എന്ന് പറഞ്ഞാൽ അത് മോശമല്ലേ എന്ന നിലക്ക് എല്ലാവരും പോയി ഞാനും പോയി എന്നുള്ള രൂപത്തിലേക്ക് അത് വരുത്തി തീർക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആളുകളും ഉണ്ട്. ചില ആളുകൾ വന്നു കഴിഞ്ഞാലുള്ള സ്ഥിതി എന്താന്ന് വെച്ചാൽ അവിടെയും ഇവിടെയും ഇരിക്കുന്ന സ്വഭാവം. അത് നമ്മൾ പള്ളിയിൽ ഒരിക്കലും കാണാൻ പാടില്ലാത്തൊരു സംഗതിയാണ്. അതായത് പള്ളിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇരിക്കേണ്ട സ്ഥലങ്ങളുണ്ട്, അത് കൃത്യമായി സഫുകളിലേക്ക് വന്നിരിക്കേണ്ടതാണ്. എന്നാൽ അപൂർവം ആളുകൾക്ക് ഒരു പക്ഷേ ഇരിക്കാൻ ഒരു താങ്ങ് ആവശ്യമായിരിക്കും. കാരണം അവർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ടാവും, ചികിത്സയിലുള്ള ആളുകളുണ്ടാവും. അങ്ങനെയുള്ള ആളുകളൊക്കെ ഒരു പക്ഷേ ഒരു ചുമരിന്റെയോ അല്ലെങ്കിൽ ഒരു തൂണിന്റെയോ സപ്പോർട്ടിലൊക്കെ ഇരിക്കുന്നത് അതല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. മറിച്ച് പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ലാത്ത ആളുകൾ വരെ പള്ളിയുടെ ഉള്ളിൽ കയറിയാൽ അതിനോട് ഒരു മര്യാദ കാണിക്കാത്ത രീതിയിൽ കഴിഞ്ഞു പോകുന്ന ആളുകളൊക്കെ നമുക്കിടയിൽ കാണുന്നുണ്ട്. പിന്നെ ഈ വാട്സപ്പും അതുപോലെയുള്ള സംവിധാനങ്ങളും ഒക്കെ ഉള്ളൊരു കാലമായതുകൊണ്ട് ജുമുഅ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും വാട്സപ്പ് നോക്കുകയും അത് നീക്കിക്കൊണ്ടിരിക്കുകയും അതിന്റെ സന്ദേശങ്ങൾ പരിശോധിക്കുകയും ഒക്കെ ചെയ്യുന്ന സ്വഭാവങ്ങൾ വരെ നമ്മുടെ പള്ളികൾക്കിടയിലുണ്ട്. പ്രത്യേകിച്ച് മറ്റൊരു കാര്യം, നമ്മുടെ പള്ളി എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസ സ്ഥാപനം നിലകൊള്ളുന്ന ഒരു സ്ഥലത്തുള്ള പള്ളി കൂടിയാണ്. അതുകൊണ്ട് അതിൽ വരുന്ന കുട്ടികളോടുകൂടി ഞാൻ സൂചിപ്പിക്കുന്നത്, ആ കുട്ടികളും തന്നെ വളരെ വൈകി പള്ളിയിലേക്ക് എത്തുകയും എത്തിയാൽ തന്നെ ഈ പള്ളിയുടെ ചുറ്റുഭാഗത്തിലൂടെ നടക്കുകയും അവസാനം എവിടെയെങ്കിലും കയറിയിരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ എന്തെന്ന് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു വെള്ളിയാഴ്ച എന്താണ്, അതിന്റെ മഹത്വം എന്താണ്, അതിന്റെ പ്രാധാന്യം എന്താണ്, ഇതൊന്നും പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ടല്ല പലരും എന്ത് ചെയ്യുന്നത്, പള്ളിയിലേക്ക് വരുന്നത്. മറിച്ച് പള്ളിയിൽ എല്ലാവരും ചെയ്യുന്നത് പോലെയാണ് ചെയ്യണം. അതാണ് ഞാൻ പറഞ്ഞത്, അനുകരിക്കുക എന്ന് പറയുന്നത്. അറിഞ്ഞുകൊണ്ടല്ല, അനുകരിച്ചുകൊണ്ടാണ് പലരും ചെയ്യുന്നത്. അപ്പൊ പള്ളിയിൽ ചില ആളുകൾ ഇങ്ങനെ അവിടെ ഇവിടെ ഇരിക്കുന്നു, അപ്പൊ അവിടെ ഇവിടെ പോയിരിക്കുക, കുറെ വൈകി വരുന്നു, അപ്പൊ കുറെ വൈകി വരിക. ഇങ്ങനെയുള്ള ഒരു കണ്ടു ശീലിച്ച ഒരവസ്ഥയാണ് പലരിലും ഉള്ളത്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ശരിക്കും എന്താണ് ജുമുഅ, അതിന്റെ മഹത്വം എന്താണ്. അതൊരു വിശ്വാസി ശരിക്കും അറിഞ്ഞുകൊണ്ടായിരിക്കണം അതിനോട് നമ്മൾ പെരുമാറേണ്ടത്. അത് ശരിക്കും നമ്മൾ പഠിക്കണം. ഒരു ഖുതുബക്ക് മാത്രം ഒതുങ്ങിയ വിഷയമൊന്നുമല്ല. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വെള്ളിയാഴ്ച ദിവസം എന്ന് പറഞ്ഞാൽ അത് ദിവസങ്ങളുടെ നേതാവാണ് എന്നാണ്. ഇന്ന യൗമൽ ജുമുഅത്തി സയ്യിദുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവാകുന്നുവെന്ന് വെള്ളിയാഴ്ച ദിവസം.
അതേപോലെ തന്നെ ഖുർആനിൽ പരാമർശിക്കപ്പെട്ട ഒരൊറ്റ ദിവസവും, അതായത് 5 ദിവസം, മൊത്തം 7 ദിവസങ്ങളുണ്ടല്ലോ. ഈ 7 ദിവസങ്ങളിൽ ഖുർആൻ പേരെടുത്ത് പരാമർശിച്ച ഒരു ദിവസം എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ദിവസമാണ്. യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅ അഥവാ വെള്ളിയാഴ്ചയെ വാങ്ങ് കൊടുത്താൽ നിങ്ങൾ നേരത്തെ വരണം എന്നത് വിശുദ്ധ ഖുർആനില് ഒരു ദിവസത്തെ എടുത്തു പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസമാണ്. അതേപോലെ തന്നെ ഇന്ന മിന്ന ഫുളലി അയ്യാമിക്കും യൗമുൽ ജുമുഅ, ദിവസങ്ങളിൽ ഏറ്റവും മഹത്വമുള്ള ദിവസമാകുന്നു യൗമുൽ ജുമുഅ അഥവാ വെള്ളിയാഴ്ച ദിവസം എന്നാണ്. മാത്രവുമല്ല, ആദം നബി സൃഷ്ടിക്കപ്പെട്ടതും സ്വർഗത്തിൽ പ്രവേശിച്ചതും സ്വർഗത്തിൽ നിന്ന് പിശാചിന്റെ ദുർബോധനങ്ങൾക്ക് വഴങ്ങി പുറത്തായതും ഒക്കെ ഒരു വെള്ളിയാഴ്ചയായിരുന്നു എന്ന് കാണാൻ പറ്റും. മാത്രവുമല്ല, ഈ ലോകം അവസാനിക്കുന്നതും ഒരു വെള്ളിയാഴ്ചയായിരിക്കുമെന്നാണ്. നോക്കൂ നിങ്ങൾ, അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖൈറു യൗമി ത്വലഅത് അലൈഹി ശംസു യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഏറ്റവും ഉത്തമമായ ദിവസം, സൂര്യൻ ഉദിക്കുന്ന ഏറ്റവും ഉത്തമമായ ദിവസം വെള്ളിയാഴ്ച ദിവസമാണ്. ഫീഹി, അന്നത്തെ ദിവസമാണ് ഖുലിക ആദം, ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം സൃഷ്ടിക്കപ്പെട്ടത്. വഫീഹി, അന്നത്തെ ദിവസമാണ് ഉദ്ഖിലൽ ജന്ന, അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചതും. വഫീഹി, അന്നത്തെ ദിവസം തന്നെയാണ് ഉഖ്രിജ മിൻഹാ, ആ സ്വർഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് പുറത്തേക്ക് പോകേണ്ടി വന്നതും. വലാ തഖൂമു സ്സാഅ ഇല്ലാ ഫീ യൗമിൽ ജുമുഅ, ഒരു ജുമുഅ ദിവസമല്ലാതെ ഖിയാമത്ത് നാൾ വരികയുമില്ല എന്ന്. അപ്പൊ ഇത്രയും പ്രധാനപ്പെട്ട ഒരു ദിവസമാകുന്നു വെള്ളിയാഴ്ച. മനുഷ്യരും ജിന്നുകളും ഒഴിച്ച് മറ്റെല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച അന്ത്യദിനമാകുമോ എന്ന് ഭയന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ പ്രഭാതത്തിലേക്ക് പ്രവേശിക്കുന്നത് എന്നാണ്. എല്ലാ ജീവജാലങ്ങളും വെള്ളിയാഴ്ച ദിവസമാകുമ്പോ ഇന്നെങ്ങാനും ലോകാവസാനം ഉണ്ടാകുമോ എന്നൊരു ഭീതി അവർക്കിടയിൽ ഉണ്ടാകാറുണ്ട്. മാമിൻ മലകിൻ മുഖറബിൻ വലസ്സമാ വലൽ അർള്, ആകാശമാകട്ടെ ഭൂമിയാകട്ടെ, വലാ റിഹ, കാറ്റാകട്ടെ, വലാ ജിബാൽ, അതേപോലെ പർവ്വതങ്ങളാകട്ടെ, വലാ ബഹർ, അതേപോലെ തന്നെ കടലാകട്ടെ, ഇല്ലാ വഹുന്ന യുസ്ഫിഖ്ന മിൻ യൗമിൽ ജുമുഅ, യൗമുൽ ജുമുഅയിൽ വെള്ളിയാഴ്ച ദിവസം ഭയത്തോടുകൂടിയല്ലാതെ അവർ ആ ദിവസത്തിനെ അഭിമുഖീകരിക്കാറില്ല എന്നാണ്. അപ്പോ അന്നത്തെ ദിവസം പ്രകൃതി മൊത്തത്തിൽ ഇത് അവസാനമാകുമോ ഈ ദിവസം എന്ന് ഭയവിഹ്വലരാകുന്ന ദിവസം കൂടിയാകുന്നു വെള്ളിയാഴ്ച എന്നാണ്. മാത്രവുമല്ല, വെള്ളിയാഴ്ച ഒരാൾ മരണപ്പെട്ടാൽ, അഥവാ വെള്ളിയാഴ്ച രാവിലാണ് ഒരാൾ മരണപ്പെടുന്നതെങ്കിൽ ഖബർ ശിക്ഷയിൽ നിന്ന് അദ്ദേഹത്തിന് സംരക്ഷണം കിട്ടുമെന്നാണ്. മാ മിൻ മുസ്ലിമിൻ യമൂതു യൗമൽ ജുമുഅ ഔ ലൈല, വെള്ളിയാഴ്ചയോ അതിന്റെ രാവിലോ ആരെങ്കിലും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇല്ലാ വഖാഹുല്ലാഹു ഫിത്നത്തുൽ ഖബർ, ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനമുണ്ടായിരിക്കും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, അപ്പൊ എത്ര ഗൗരവമാണ് ഇസ്ലാമിൽ ഇതിന് കൊടുത്തിട്ടുള്ളത്. ജുമുഅ സംഘടിപ്പിക്കുക എന്നത് നിർബന്ധമാണ്. മാത്രവുമല്ല, അതിൽ പങ്കെടുക്കൽ നിർബന്ധമാണ്. മാത്രമല്ല, അതിൽ വേഗത്തിൽ വരിക എന്നത് നിർബന്ധമാണ്. യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇദാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം നിങ്ങൾക്ക് വിളി വന്നു കിട്ടിയാൽ, അഥവാ ബാങ്ക് മുഴങ്ങിക്കഴിഞ്ഞാൽ, ഫസ്ഔ ഇലാ ദിക്രില്ലാഹ്, വേഗം നിങ്ങൾ അതിലേക്ക് ചെല്ലണം, വേഗം നിങ്ങൾ പള്ളിയിലേക്ക് പോകണം. വദറുൽ ബൈഅ, എല്ലാ വ്യവഹാരങ്ങളും അവസാനിപ്പിക്കണം, എല്ലാ കച്ചവടവും അവസാനിപ്പിക്കണം. പിന്നെ ഒരു തിരക്കും ഒരു വിശ്വാസിക്ക് അത് കഴിയട്ടെ ഇത് കഴിയട്ടെ മറ്റോ വരട്ടെ എന്നൊന്നും വിചാരിക്കാൻ പാടില്ല. വേഗം പോകണം. ദാലികും ഖൈറുൻ ലക്കും, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉത്തമം. ഇൻ കുൻതും തഅലമൂൻ, നിങ്ങൾ അറിവുള്ളവരാണെങ്കിൽ എന്നാണ്. വിവരമുള്ളവരാണെങ്കിൽ, മതപരമായി വെള്ളിയാഴ്ച ദിവസത്തിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാക്കിയവരാണെങ്കിൽ നിങ്ങൾക്ക് നല്ലത് വേഗം പള്ളിയിലേക്ക് ജുമുഅ ദിവസം എത്തുക എന്നതാകുന്നു എന്ന് വിശുദ്ധ ഖുർആനാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഇനി ആർക്കാ ഇളവുള്ളത്? അങ്ങനെ നിസ്സാര കാര്യത്തിനൊന്നും പള്ളി ജുമുഅക്ക് വരാതിരിക്കാൻ പറ്റില്ല. ഇളവുള്ളത് 4 വിഭാഗം ആളുകൾക്കാണ്. അൽ ജുമുഅതു ഹഖ്ഖുൻ വാജിബുൻ അലാ കുല്ലി മുസ്ലിം, എല്ലാ മുസ്ലിമീങ്ങൾക്കും നിർബന്ധമായ കടമയാകുന്നു ജുമുഅയിൽ പങ്കെടുക്കുക. ഫീ ജമാഅത്തിൻ ഇല്ലാ അർബഅതൻ, എന്നാൽ 4 വിഭാഗം ആളുകൾക്ക് ഒഴിച്ച്. ഒന്ന് പറഞ്ഞത് അബ്ദുൻ മംലൂഖുൻ, അടിമ. ഒരു അടിമയാണെങ്കിൽ അയാൾ സ്വതന്ത്രയല്ല, അവർക്ക് വിചാരിച്ച പോലെ മൂവ് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അവർക്ക് ഉദുറുണ്ട്. അവിമ്രാതുൻ, അതുപോലെ സ്ത്രീകൾക്ക് ജുമുഅ നിർബന്ധമില്ല, വരുന്നത് നല്ലതാണ്.
അവർക്കും നിർബന്ധമില്ല. ഔ സ്വബിയ്യിൻ, അതേപോലെ തന്നെ ചെറിയ കുട്ടികൾ, അവർക്കും ജുമുഅ നിർബന്ധമില്ല. ഔ മരീദ്, അതേപോലെ തന്നെ രോഗികളായ ആളുകൾ. ഈ 4 ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ജുമുഅക്ക് പങ്കെടുക്കുക എന്നത് നിർബന്ധമാകുന്നുവെന്ന ന്യായമായ കാരണങ്ങളില്ലാതെ 3 ജുമുഅ അടുപ്പിച്ച് ഒഴിവാക്കി കഴിഞ്ഞാൽ അത് വളരെ അവരുടെ ഇസ്ലാമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ബന്ധവിച്ഛേദനത്തിലേക്ക് വരെ പോകാൻ സാധ്യതയുള്ളതാണെന്ന് പണ്ഡിതന്മാർ ഉത്ബോധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ആ ജുമുഅയുടെ പ്രാധാന്യം എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പൊ നിസ്സാര കാരണത്തിന്റെ പേരിൽ ജുമുഅക്ക് വരാതിരിക്കുക എന്നത് ആരെങ്കിലും നമ്മളെ വീട്ടിലുണ്ടെങ്കിൽ അപ്പൊ വന്ന ആളുകൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങളെ വാപ്പയോ നിങ്ങളുടെ മൂത്ത കുട്ടിയോ അല്ലെങ്കിൽ ആരെങ്കിലും ജുമുഅ നിർബന്ധമാക്കപ്പെട്ട വ്യക്തി അവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ, അവിടെ മൊബൈലിൽ നോക്കി ഇരിക്കുന്നുണ്ടെങ്കിൽ, അത്തരം സ്വഭാവക്കാരുണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞു കൊടുക്കുക. അത് ഇസ്ലാമികമായി വലിയ തെറ്റുള്ള കാര്യമാണ്. മാത്രവുമല്ല, ജുമുഅയുടെ ദിവസം നമ്മൾ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന അല്ലാഹു കേൾക്കും. അതായത് ആ ഒരു പ്രത്യേക സമയമുണ്ട് എന്നാണ്, വെള്ളിയാഴ്ച ദിവസം. ആ സമയം നമ്മളെ പ്രാർത്ഥനയും ഒത്തുവന്നാൽ നമ്മൾ ചോദിക്കുന്നതെല്ലാം ലഭിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫീഹി സഅത്തുൻ, അതിലൊരു സമയമുണ്ട്. ലാ യുവാഫിഖുഹാ അബ്ദുൻ മുസ്ലിമുൻ വഹുവ ഖായിമുൻ യുസല്ലി, ആ സമയവും അവൻ നമസ്കരിക്കുന്ന സമയവും ഒക്കെ ഒത്തുവന്നു കഴിഞ്ഞാൽ യസ്അലുല്ലാഹ തആല ശൈഅൻ ഇല്ലാ അഅതാഹു ഇയ്യാഹു, അവൻ എന്താണോ അല്ലാഹുവിനോട് ചോദിച്ചത് അവന് കൊടുക്കാതിരിക്കൂല എന്ന്. അപ്പൊ എന്താണോ നമ്മൾ ചോദിക്കുന്നത് അത് കിട്ടുന്ന ഒരു സമയം കൂടി വെള്ളിയാഴ്ച ദിവസമുണ്ട്. അത് ഏത് സമയമാണെന്ന് ഉറപ്പിച്ച് നമുക്ക് പറയാൻ കഴിയില്ല, എന്നാൽ ഒരു സമയമുണ്ട്. ആ നിയ്യത്തോടു കൂടി നമുക്ക് പ്രാർത്ഥിക്കാം, ചോദിക്കാം. ഇതൊക്കെ വെള്ളിയാഴ്ചയുടെ ഫളലുകളാണ്. അതേപോലെ തന്നെ സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, ആ സ്വലാത്ത് വെള്ളിയാഴ്ച ദിവസം കൂടുതൽ വർദ്ധിപ്പിക്കുന്നതിന് പ്രത്യേക കൽപ്പന നമുക്ക് കാണാൻ കഴിയും. അതുപോലെ വെള്ളിയാഴ്ച ദിവസമാകുമ്പോ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുക എന്നത് വലിയ പുണ്യമുള്ള കാര്യമായിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രവുമല്ല, പള്ളിയിലേക്ക് നേരത്തെ വരുന്നതിന്റെ പുണ്യം ഒരു ഒട്ടകത്തെ അറുത്ത് മാംസം ദാനം ചെയ്തവനെ പോലെയാണ് വളരെ നേരത്തെ വന്ന വ്യക്തി എന്നാണ്. എന്നാൽ അതിനേക്കാളും താഴ്ന്നു വന്നാലോ അത് പിന്നെ പശുവാകും, പിന്നെ ആടാകും, പിന്നെ കോഴിയാകും, പിന്നെ കോഴിമുട്ടയാകും. അതായത് സമയം ചുരുങ്ങി വരുന്നതിനനുസരിച്ച് അതിന്റെ പ്രതിഫലവും കുറഞ്ഞു വരും. അവസാനം ബാങ്ക് കൊടുത്തിട്ട് ഇമാമ് ഇവിടെ കയറി നിന്ന് ഖുതുബ തുടങ്ങിക്കഴിഞ്ഞിട്ടാണ് വരുന്നതെങ്കിൽ മലക്കുകൾ ആ കിതാബ് കൂട്ടിവെക്കുന്നു. അതായത് മലക്കുകൾ രജിസ്റ്ററിൽ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട് ആരൊക്കെ പള്ളിക്ക് ഏതൊക്കെ സമയത്ത് വന്നു എന്ന് അള്ളാഹിന്റെ മലക്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. എന്നാൽ മിമ്പറിൽ ഖുതുബ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആ രജിസ്റ്ററിൽ ഉണ്ടാവില്ല. അതിന് ഫضല് കുറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. പിന്നെ വന്ന് ഇരിക്കുന്നവരെവിടെ മുന്നിലേക്ക് വന്നിരിക്കണം. ഈ ഇരിക്കുന്ന കൂട്ടത്തിലുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഒരു കൂലിയല്ല. ഈ ഒന്നാമത്തെ സഫിൽ ഇരിക്കുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഒരു കൂലിയല്ല. മറിച്ച് ഇതിന്റെ ഏറ്റവും മധ്യത്തിലിരിക്കുന്ന വ്യക്തിക്കാണ് ഇതിന്റെ ഏറ്റവും സൊഫിന്റെ കാര്യത്തിൽ ഒന്നാമത്തെ കൂലി. പിന്നീട് അയാളെ വലതുഭാഗത്തിരിക്കുന്ന ആൾക്കാർ, പിന്നീട് അയാൾ ഇടതുഭാഗത്തിരിക്കുന്ന ആൾക്കാർ, പിന്നീട് അയാൾ വലതും ഇടതും ഇരുന്ന് ആ ചുമര് വരെ മുട്ടുന്ന ആളുകൾക്കാണ്. അതിന്റെ ബാക്കിയാണ് രണ്ടാമത്തെ സെഫിനുണ്ടാകുക, അതിന്റെ ബാക്കിയാണ് മൂന്നാമത്തെ സെഫിനുണ്ടാകുക. അങ്ങനെയാണ് പിറകോട്ട് പോകുന്തോറും ഉണ്ടാകുക. അപ്പൊ സുഹൃത്തുക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, കുറച്ച് നേരത്തെ പള്ളിയിൽ വന്നാല് എന്തിനാ ഇത് നമ്മൾ കളയുന്നത്? നമ്മൾ ദുനിയാവിന്റെ കാര്യത്തില് നമ്മള് ഇടവേളെടുക്കാൻ നല്ല മിടുക്കന്മാരാണ് അല്ലെ. ഒരു വാഴ വെക്കുക എന്ന് വിചാരിക്കുക. ആ വാഴ വെക്കുകയാണെങ്കിൽ ഏതായാലും അവിടെ ഒരു പയറിന്റെ വിത്ത് കൂടി എടുത്ത് അല്ലെ, അവര് കൈപ്പതിന്റെ വിത്തും കൂടി എടുത്ത്, കാരണം ആ വാഴയ്ക്ക് പണിയെടുക്കുമ്പോൾ ഇതും കൂടി ഉണ്ടായിക്കോളും എന്നുള്ളതാണ് അല്ലെ. എത്ര ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാ സുഹൃത്തുക്കളെ ഈ പരലോകത്തിന്റെ വിഷയത്തില് ഒരു പള്ളിയിൽ വരുമ്പോ ഇതൊക്കെ ഒന്ന് നീയത്ത് വെച്ച് വരിക. അതാ ഞാൻ പറഞ്ഞത്, ആൾക്കാർ കാണിക്കണ മാതിരി നമ്മൾ കാണിക്കാൻ പാടില്ല, അനുകരിക്കാനുള്ള അറിവോട് കൂടി വരണം. എന്താ വെള്ളിയാഴ്ച, എന്താ അത് എപ്പോ ഓർമ്മയാകണം എന്നറിയാം, തലേന്ന് ഓർമ്മയാകണം. ശരിക്കും അറബി ദിവസങ്ങൾ എണ്ണുന്നത് മഗ്‌രിബോട് കൂടിയാണ്. നമ്മൾ വെള്ളിയാഴ്ചയിലേക്ക് പ്രവേശിക്കുക എപ്പോഴാ? ഇന്നലെ വ്യാഴാഴ്ച മഗ്‌രിബോട് കൂടി നമ്മൾ എന്ത് ചെയ്തു? വെള്ളിയാഴ്ച ദിവസത്തിലേക്ക് പ്രവേശിച്ചു. ഇന്ന് മഗ്‌രിബാകുന്നതോടുകൂടി വെള്ളിയാഴ്ച കഴിഞ്ഞു, പിന്നെ ശനിയാഴ്ചയാണ്. പക്ഷെ തലേന്ന് എത്ര ആൾക്കാർക്ക് നാളെ വെള്ളിയാഴ്ച ഓർമ്മ ഉണ്ടാകാറുണ്ട്? ഒരു വെള്ളിയാഴ്ച രാവിലാണ് ഞാനെന്ന് ഓർമ്മ ഉണ്ടാകാറുണ്ട്. ഇങ്ങനെ ഒരു വിശ്വാസിക്ക് വെള്ളിയാഴ്ച എന്നുള്ളത് അയാളുടെ ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ദിവസമാകണം. ഈ ചില ആളുകളൊക്കെ നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വല്ല പീടിയ കൊലായ്മയോ ഓവാൽത്തുമയൊക്കെ വന്നിരുന്ന് അങ്ങനെ തുറ പറയും. എടാ ബാങ്ക് കൊടുക്കണ നേരത്തെ പേര് എന്തിനായിട്ട്
അത് നേരത്തെ പള്ളിയിൽ നിന്ന് വീട്ടിൽ നിന്ന് തന്നെ പുറപ്പെടുമ്പോൾ പള്ളിക്ക് നിയത്തി വെച്ച് വരിക, വേഗം വരിക, ഏറ്റവും മുന്നിൽ വന്നിരിക്കുക, എന്നിട്ട് ആ ഇരുത്തത്തിന് തന്നെ കൂലിയാണ്, പ്രാർത്ഥിക്കുക, ഓതുക, എന്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ സുഹൃത്തുക്കളെ, വെള്ളിയാഴ്ച ദിവസം എന്ന് പറയുന്നത് അതിന്റെ മഹത്വം പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ നിർവഹിക്കുക. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ, മുഅ്മിനുകളിൽ അല്ലാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സത്യവിശ്വാസികളെ, വിശ്വാസികൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വിശുദ്ധ ഖുർആനിലൊരു പ്രാർത്ഥനയുണ്ട്. നമ്മൾ എപ്പോഴും കേൾക്കാറുള്ള ഒരു പ്രാർത്ഥനയാണ്, നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥനയാണ്. അതിങ്ങനെയാണ്: റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. എന്താർത്ഥം? റബ്ബി, റബ്ബേ, എന്റെ റബ്ബേ, ഇർഹംഹുമാ, അവർക്ക് രണ്ടുപേർക്കും നീ കരുണ ചെയ്യണേ. ആരാ രണ്ടുപേര്? മാതാപിതാക്കൾക്കുള്ള പ്രാർത്ഥന. എന്റെ മാതാപിതാക്കൾക്ക് നീ കരുണ ചെയ്യണേ. എങ്ങനെ? കമാ റബ്ബയാനി സ്വഗീറാ, എന്നോട് ചെറുപ്പത്തിൽ അവരെങ്ങനെ കരുണ കാണിച്ചുവോ അതേപോലെ നീ എന്ത് ചെയ്യണം? അവർക്കും കരുണ കാണിക്കണേ. ഇതാണ് വിശുദ്ധ ഖുർആൻ പ്രധാനമായി മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന. ഈ പ്രാർത്ഥന മുന്നിൽ വെച്ചുകൊണ്ട് നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ പ്രാർത്ഥന ഇന്ന് വർത്തമാന കാലത്ത് ചില ആളുകൾക്കെങ്കിലും അത് തിരിച്ചടിക്കും. എങ്ങനെ തിരിച്ചടിക്കുക? ഇതിന് ഉപാധി വെച്ചിട്ടുണ്ട്. എന്താ ഉപാധി? കമാ റബ്ബയാനി, എന്നോട് ചെറുപ്പത്തിൽ എന്റെ മാതാപിതാക്കൾ എങ്ങനെ പെരുമാറിയോ, എങ്ങനെ കരുണ കാട്ടി, അതേപോലെ എന്ത് ചെയ്യണം? അവർക്കും കരുണ കാണിക്കണം. അപ്പൊ നമ്മൾ ചെറുപ്പത്തിൽ കുട്ടികളോട് കരുണക്ക് പകരം ക്രൂരതയാണ് കാണിച്ചതെങ്കിലും നേരെ തിരിച്ചത് വരിക, അതല്ല തിരിച്ചത് കിട്ടുക. ഈ ഒരു ആശയം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഇന്ന് നമ്മുടെ നാട്ടില് ഈ ചെറിയ കുട്ടികളോടുള്ള പീഡനം വർദ്ധിച്ചുകൊണ്ടുണ്ട്. അത് പല വീടുകളിലുണ്ട്. അപ്പൊ അതിന്റെ കണക്ക് പറയുകയാണെങ്കിൽ വർഷത്തിൽ ഏകദേശം 4000 മുതൽ 5000 വരെ കേസുകൾ ഈ വിഷയത്തിൽ നമ്മുടെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഏത്? ചെറിയ കുട്ടികളെ പീഡിപ്പിച്ചതിന്റെ പേരിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി വരുന്നത്. അപ്പൊ പരാതി വരാത്ത എത്ര ഉണ്ടാവും? ചെറിയ കുട്ടികളെ വിഷയം ചെറിയ കുട്ടികൾ കൊടുക്കൂലല്ലേ കേസ്. അത് പിന്നെ ആരെങ്കിലും കണ്ട് മനസ്സിലാക്കി അവരാണ് പിന്നെ എന്ത് ചെയ്യുന്നത്? കേസ് കൊടുക്കുന്നത്. അപ്പൊ വരാത്തത് എത്രത്തോളം ഉണ്ടാവും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ തന്നെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ വർഷത്തില് 50ഓളം കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവർ കൊല്ലപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അതിലേറ്റവും പ്രയാസം എന്താന്ന് വെച്ചാൽ ആ കൊല്ലപ്പെടാൻ കാരണക്കാര് പുറമക്കാരല്ല, ഒന്നുകിൽ സ്വന്തം മാതാപിതാക്കൾ, അല്ലെങ്കിൽ രണ്ടാനച്ഛന്മാർ, ബന്ധുക്കൾ. അവരുടെ കൈകളാൽ കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? കേരളത്തിൽ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 20ലധികം നവജാത ശിശുക്കളെ ഒരു വർഷത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കേരളത്തിൽ സ്വന്തം അമ്മമാര്, പ്രസവിച്ച ആളുകൾ തന്നെ ഉപേക്ഷിക്കുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടു, ഒരു സ്ത്രീ പ്രസവിച്ചിട്ട് അതിന്റെ മറുവിള്ള സ്വന്തം കൈകൊണ്ട് അറുത്തു മാറ്റിയിട്ട് കുട്ടിനെ ജനലിന്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് നോക്കും. ഒന്ന് ആലോചിച്ച് നോക്കി. അതേപോലെ കുപ്പത്തൊട്ടിയിൽ നിക്ഷേപിച്ചു പോവുക. ഇത് നമ്മുടെ കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നെടുമങ്ങാട് എന്നൊരു വാർത്ത, എല്ലാരും ഞെട്ടിപ്പിക്കണ വാർത്തയാണ്. അതായത് ഏകദേശം 1.5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി, കുട്ടീന്റെ 2 കൈയും കെട്ടിയിട്ടുള്ള ചിത്രം നിങ്ങൾ കണ്ടില്ല? പത്രത്തിൽ കണ്ടില്ലേ? ആ കുട്ടിക്ക് ബാൻഡേജ് ഇടാനുള്ള കാരണക്കാരാരാ? വേറെ നാട്ടുകാരുമല്ല, സ്വന്തം ഈ അമ്മയും അതോടൊപ്പം അവൾ അരി നിന്നുകൊണ്ട് രണ്ടാനച്ഛൻ. എന്തിനാ ഈ രണ്ടാനച്ഛൻ ഈ കുട്ടിനെ എങ്ങനെ കാണിക്കുന്നത്? അതായത് വയറ്റിലും തൊടയിലുമൊക്കെ സിഗരറ്റ് കൊണ്ട് പൊള്ളിച്ച അനവധി പാടുകൾ. ആ കുട്ടി മരണപ്പെട്ടപ്പോൾ ഡോക്ടർമാര് പരിശോധിച്ചിട്ട് 100ഓളം സ്ഥലങ്ങളിലാണ് ആ കുട്ടിക്ക് ക്ഷതമേറ്റിട്ടുള്ളത് എന്നാണ്. ഈ മർദ്ദനങ്ങൾ നടക്കുമ്പോഴൊക്കെ ഈ കുട്ടിനെ പ്രസവിച്ച അമ്മ ഇതൊക്കെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇവിടെ എന്താ അതിന് കാരണം എന്ന് പറയുന്നത്? എന്താ അറിയോ? എന്താ ഇയാൾ കാരണം പറയണത്? ഇവനും ഈ രണ്ടാം അച്ഛനും അതുപോലെ തന്നെ ഈ കുട്ടിയുടെ അമ്മയും അവരുടെ സ്വൈര ജീവിതത്തിന് ഈ കുട്ടി തടസ്സാണെന്ന്. എന്താ ഈ കുട്ടിനെ എങ്ങനെ ഇടങ്ങാറാക്കിയിട്ട് എന്ത് സ്വൈര ജീവിതം, എന്ത് മനുഷ്യന്മാരാണ് ഇതൊക്കെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എടാ, കുട്ടി ആ പീഡനം സഹിക്ക വയ്യാതെ മരണപ്പെട്ടു എന്നുള്ളതാണ്. ഇത് നേരത്തെ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. കുട്ടിനെ കാല് പിടിച്ചിട്ട് കട്ടിലുമൊത്ത അടിച്ച സംഭവങ്ങൾ ഉണ്ടായി. ചോദിക്കാനും പറയാനും ആരുമില്ലാത്തതുകൊണ്ട് ഈ കുട്ടിക്ക് കരയുമ്പോ അത് അയൽവാസികൾ കേൾക്കാതിരിക്കാൻ വേണ്ടി വായിൽ തുണിയും മറ്റു സാധനങ്ങളും തിരിക.
ഇത് നമ്മുടെ നാട്ടിൽ കേരളത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ ഞാനിത് പറയുമ്പോൾ ഇതിന്റെ ഒരു ഗൗരവം നമുക്ക് തോന്നുന്നുണ്ട്. പക്ഷേ നമ്മളൊന്നും ഇത് ചെയ്യുന്നില്ലല്ലോ എന്നായിരിക്കും നമുക്കൊരു ആശ്വാസം. പക്ഷെ ഇതിലേക്കൊക്കെ നയിക്കുന്ന 2-3 കാരണങ്ങൾ, ആ കാരണങ്ങൾ നമ്മുടെയൊക്കെ പല ആളുകളുടെയും വീട്ടിലെത്തും. ഈ കാരണം ഉണ്ടായാൽ കാര്യത്തേക്ക് വേഗം അടുക്കും. കാരണം ഉണ്ടായാൽ, ലക്ഷണം ഉണ്ടായാൽ മതി. ആ 3 ലക്ഷണങ്ങൾ പറയുന്നത് എന്താ? ഒന്നാമത്തെ ലക്ഷണം, കുട്ടികൾ പീഡനം അനുഭവിക്കാൻ ഒന്നാമത്തെ ലക്ഷണം കാരണം എന്ന് പറയുന്നത് അവിഹിത ബന്ധങ്ങളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ അവിഹിത ബന്ധങ്ങൾ. ഒരു കുട്ടിയോ 1-2 കുട്ടിയുള്ള സ്ത്രീകള് ആ ഏതെങ്കിലും ഇൻസ്റ്റാഗ്രാമിലോ എവിടെയെങ്കിലും റീൽസിലോ ഒക്കെ വേറെ ആരെങ്കിലുമായിട്ട് പരിചയപ്പെട്ട് അവിഹിത ബന്ധം തുടങ്ങിയാൽ തുടങ്ങുന്നതോടുകൂടി പിന്നെ ഈ കുട്ടികൾ അവർക്ക് ബാധ്യതയും. കുട്ടികളെ അവിടെ ഉപേക്ഷിച്ചുകൊണ്ട് എത്ര ആളുകൾ ഇറങ്ങി പോകുന്നുണ്ട്. ഈ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ കുട്ടികളുടെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കും. ചില ആൾക്കാർ ഈ കുട്ടികളെ കൊണ്ടുപോയിട്ട് അവിടെയും ഇവിടെ ഉപേക്ഷിക്കുന്ന അവസ്ഥ. അപ്പൊ ഇത് തുടക്കേതാ? അവിഹിത ബന്ധങ്ങളാണ്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് എന്താ അറിയോ, ഈ അവിഹിത ബന്ധങ്ങൾ ഇപ്പൊ നമ്മൾ വിവാഹിതരായിരിക്കെ, അതാണാകട്ടെ പെണ്ണാകട്ടെ, നമ്മൾ വേറെ ഒരു സ്ത്രീയുമായിട്ട് ഇപ്പോൾ ആരും അറിയാതെ എന്തെങ്കിലും നിലക്കുള്ള ബന്ധമുണ്ടോ? ഉണ്ടെങ്കിൽ ഇന്ന് അല്ലെങ്കിൽ നാളെ വിളിക്ക് നമ്മൾ നോക്കി. ഈ അവിഹിത ബന്ധം പെരുക്കിക്കൊണ്ടിരിക്കും. സ്വന്തം ഭർത്താവിനോട് സ്വന്തം ഭാര്യനോട് സംസാരിക്കാൻ ആർക്കും നേരല്ല. അവര് ഫോൺ ചെയ്താൽ എടുക്കാൻ നേരല്ല, സംസാരം മുഴുവനാക്കാൻ നേരല്ല. അല്ലേ? എന്തെങ്കിലും ആവശ്യത്തിന് വിളിച്ചാൽ വേഗം അവസാനിപ്പിക്കാനാണ് ഇഷ്ടമുണ്ടാകുക. എന്നാൽ സ്വന്തം കൂടെ പഠിക്കുന്ന അല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന വേറെ എവിടെയെങ്കിലും കണ്ട് പരിചയമുള്ള ഒരു സ്ത്രീയോ ഒരു പുരുഷനോ ആണെങ്കിലോ മണിക്കൂറുകളോളം സംസാരിക്കാൻ ഒരു പ്രശ്നമാണ്. ഈ ലക്ഷണം എന്തിന്റെ ലക്ഷണമാണ്? ഇതിലേക്കൊക്കെ എത്തുന്ന ലക്ഷണമാണ്. അതേപോലെ രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് ലഹരി ഉപയോഗം. വീടുകളിലുള്ള ലഹരി ഉപയോഗം. ഈ ലഹരിക്ക് അടിമപ്പെട്ട ആൾക്കാരാണ് പിന്നെ ഇങ്ങനെ ചെയ്യുന്ന വേറൊരു വിഭാഗം. അപ്പൊ ആ ലഹരി സാധനങ്ങൾ എവിടെയെങ്കിലും നമ്മുടെ പോക്കറ്റിലുണ്ടെങ്കിലോ, അത് ഹാൻഡ്സ് ആകട്ടെ, പാൻപരാഗാകട്ടെ, വേറെ എന്തെങ്കിലും സാധനം ആകട്ടെ, അല്ലെങ്കിൽ അത് ഗുളികയായിട്ടോ ഐസ്ക്രീമായിട്ടോ ഏതെങ്കിലും നിലയ്ക്ക് ഉപയോഗിക്കണമാകട്ടെ, അങ്ങനത്തെ എന്തെങ്കിലും ലക്ഷണങ്ങളുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഉറപ്പിച്ചോളി, ഇത് അയിമ നിൽക്കൂല. ഇത് അവസാനം എന്ത് ചെയ്യും? ആ മുഴുവൻ മദ്യപാനത്തിലേക്കും പ്രശ്നത്തിലേക്കും പോകും. അതേപോലെ മൂന്നാമത്തെ കാരണം പറയുന്നത് മാനസിക സമ്മർദ്ദങ്ങളും ദാമ്പത്യ തകർച്ചകളുമാണ്, കുടുംബ ശൈഥില്യങ്ങളാണ്. അപ്പൊ ഭാര്യ ഭർത്താവും തമ്മിൽ പിണങ്ങുന്ന സ്വഭാവത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ആ പിണക്കത്തിന്റെ ഏറ്റവും വലിയ ഇരകൾ എന്ന് പറയുന്നത് ആ വീട്ടിലുള്ള കുട്ടികളാണ്. ഇവർ തമ്മിൽ എപ്പോഴും വഴക്ക്, എപ്പോഴും വക്കാണോ. ഭാര്യമാരെ അടിക്കുക, ചെറിയ ചെറിയ നിസ്സാര കാരണത്തിന്റെ പേരിൽ അടിക്കുക, ചോദിക്കാനും പറയുന്ന ആളില്ല എന്ന് വിചാരിച്ചിട്ടാണോ? തന്നെയാണ്. എത്ര വലിയ തെറ്റാണത്. ആ അടി കഴിഞ്ഞിട്ട് അത് നിസ്കരിക്കാൻ വേണ്ടി പോകും. പിന്നെ എന്ത് നിസ്കാരം അത്? അപ്പൊ ഈ വീട്ടിൽ ഇങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ എത്തുക, അവസാനം എത്തുക. ഈ കുട്ടികൾ നമ്മളെ കുട്ടികളെ നമ്മൾ പീഡിപ്പിക്കേണ്ട കാര്യമില്ല. ഈ കുട്ടികൾക്ക് കണ്ടാൽ മതി, അതന്നെ ഏറ്റവും വലിയ പീഡനം. ബാപ്പിയും മീൻ തമ്മിൽ വക്കാണ് നിൽക്കുന്നതും അങ്ങോട്ടും കൂടെ അനാവശ്യം വിളിച്ചു പറയുന്നതും പാത്രം എടുത്ത് എറിയുന്നതും കാണുന്ന കുട്ടിയുടെ മനസ്സിൽ അനുഭവിക്കുന്ന സംഘർഷം എത്രയാണ്. ആ മാനസിക വ്യതയ്ക്ക് നമ്മൾ ആരുത്തരം പറയും? അത് സിഗരറ്റ് കൊണ്ട് പൊള്ളിക്കല് മാത്രമൊന്നുമല്ല, ആ മനസ്സിലുണ്ടാക്കുന്ന വിഷമം എത്രയാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ കൺമുമ്പിലൂടെ നമ്മൾ വായിച്ചു തള്ളുമ്പോൾ സ്വന്തത്തിലേക്കും സ്വന്തം കുടുംബത്തിലേക്കും കൂടി നമ്മളൊന്ന് ഇറങ്ങി ചിന്തിക്കണമെന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നതിന്റെ ചുരുക്കം. ഞാൻ പറയുന്നത് കുട്ടികൾ എപ്പോഴും ചീത്ത പറയുന്ന ആൾക്കാർ, കുട്ടികളാണ്. അവർ ചെറിയ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യും. അത് നല്ല നിലയ്ക്ക് തിരുത്തി കൊടുക്കും. ചില സമയത്തൊക്കെ ഒന്ന് ചീത്ത പറയേണ്ടി വരും, അതൊക്കെ അത്യാവശ്യമാണ്. തല്ലും തലോടലും ഉണ്ടാകണം. പക്ഷെ എപ്പോഴും തല്ലായാലോ, എപ്പോഴും ചീത്തയായാലോ, ഒരു മര്യാദക്ക് ഒരു വാക്ക് പറയാത്ത ചില രക്ഷിതാക്കൾ. ഒരു ഭക്ഷണത്തിന് വിളിക്കുകയാണെങ്കിൽ പോലും അത് വിളമ്പി വെച്ചിട്ട് തിന്നോ, അങ്ങനെയല്ലല്ലോ മോനെ, എന്താ ഭക്ഷണം വിളമ്പിച്ചു എന്ന് പറഞ്ഞൂടെ? എന്ത് കാര്യം. അതുപോലെ പഠിക്കാൻ, ഈ പഠിച്ചോ. ഏതോ ഒരു ക്രൂരമായ ജീവിയോട് പെരുമാറുന്ന രീതിയിൽ എന്തിനാണ് മക്കളോട് നമ്മൾ പെരുമാറുന്നത്? അത് വിദ്യാഭ്യാസമുള്ളവരും ഇല്ലാത്തവരൊക്കെ അത് കണക്കാണ്. ഇതൊന്നും ശരിയായ രീതിയല്ല സുഹൃത്തുക്കളെ. നമ്മുടെ കുട്ടികളെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യണം? പരിചരിക്കണം. ഒരിക്കലും നമ്മുടെ തിരക്കിന്റെ ഇരകളായി നമ്മുടെ കുട്ടികൾ മാറാൻ പാടില്ല. നമ്മളെന്റെ ബിസിനസ്സുകാരനായിരിക്കും, നല്ല കച്ചവടക്കാരനായിരിക്കും, നമുക്ക് എപ്പോഴും ഫോൺ വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നമ്മളെ പൊതുപ്രവർത്തകനായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും ഉദ്യോഗസ്ഥനായിരിക്കും. നമുക്ക് നല്ല തിരക്കുണ്ടാവും. പക്ഷെ ആ തിരക്കിന്റെ ഇടയിൽ അവനാന്റെ മക്കളെ പരിഗണിക്കാനും അവരെ ശ്രദ്ധിക്കാനും നമ്മൾ സമയം കാണും. ഒരിക്കലും നമ്മളെ തിരക്ക് അവരെ മേലെ നമ്മൾ തീർക്കാൻ പാടില്ല. അത് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ പരിചരണം ഒന്നും കൊടുക്കാതെ ഈ കുട്ടികൾ അവസാനം പ്രാർത്ഥിക്കുമ്പോഴേ എന്നോട് കരുണ ചെയ്ത പോലെ എന്റെ മാതാപിതാക്കൾക്കും കരുണ ചെയ്യണം എന്നറിയുമ്പോൾ ഈ ജാതി കുറെ കരുണ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ എന്താ നമുക്ക് തിരിച്ചു കിട്ടുക? ഈ പ്രാർത്ഥന നമുക്ക് തിരിച്ചടിക്കുമല്ലേ എന്നുള്ളത് എന്ത് ചെയ്യണം? നമ്മൾ നന്നായിട്ട് ആലോചിക്കണം. യാ ബുനയ്യ എന്നുള്ള വിളി ഉണ്ടല്ലോ, എന്തൊരു വിളിയാണ്. അങ്ങനെ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ കുട്ടികളെ. പിന്നെ മോനെ, എടാ മോനെ ഒന്ന് വിളിച്ചു നോക്കി നിങ്ങൾ. അങ്ങനെ ഒന്ന് വിളിക്കാൻ നമുക്ക് ഹൃദയം കൊണ്ട് വിശാലത വേണം. കാരണം നമ്മൾ കൊടുത്തതേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ? തിരിച്ചു കിട്ടുള്ളൂ.
മക്കളെ നോക്കാതെ ഒരു നെട്ടോട്ടം ഓടുന്ന അവസ്ഥയാണെന്നുള്ളത്. അത് പ്രസവിച്ചിടുക, പിന്നെ വേറെ ഏതെങ്കിലും വഴിക്ക് പോവുക, ആരെങ്കിലും കേൾപ്പിക്കുക. ഈ കരിയർ ഭ്രാന്ത് ഇന്ന് നമ്മുടെ സമൂഹത്തിന് വരിഞ്ഞു മുറുക്കിയിരിക്കുക. ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല, ഞാൻ പണിയെടുത്താലേ പറ്റു, വിളിച്ചാൽ പണിക്ക് പോകേണ്ടി വരും. പക്ഷെ നല്ല അന്തസ്സിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നല്ല സാമ്പത്തിക സുസ്ഥിതിയുള്ള ആളുകളും തന്നെ കുട്ടികളെ പിന്നെ മുല കൊടുക്കണ്ടേ, അതിനെ പരിചരിക്കേണ്ട സമയത്ത് അത് ചെയ്യാതെ ആരെങ്കിലും കേൾപ്പിച്ച് പിന്നെ കൂടുതൽ സമയം നമ്മൾ ജോലിക്കും മറ്റു കാര്യങ്ങൾക്കും പോകുന്ന രീതിയൊക്കെ നമ്മൾ പരിശോധിക്കണം. വിദേശത്തേക്ക് പോകുന്ന ആളുകൾ, കുട്ടികളെ ആരെങ്കിലും ഏൽപ്പിച്ച് പോകുന്ന ആളുകൾ, ഇതൊക്കെ നമ്മൾ ഇതിന്റെ കൂടെ പരിചരിക്കേണ്ട ആൾക്കാർ. നമ്മുടെ മക്കൾക്ക് നമ്മുടെ സ്നേഹം കിട്ടണം. അത് ചെറുപ്രായത്തിൽ നമ്മൾ കൊടുത്തെങ്കിലേ നമുക്ക് പ്രായമാകുമ്പോൾ അവരിൽ നിന്നും അത് തിരിച്ചു കിട്ടുള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഈ കുട്ടികളുമായുള്ള ബന്ധപ്പെട്ട വിഷയത്തിൽ നബിയെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മൾ ഓർക്കേണ്ടത്. കുഞ്ഞു പക്ഷി ചത്ത സങ്കടത്തിൽ വിങ്ങിപ്പൊട്ടിയ അബൂ ഉമൈറിന്റെ അരികിലേക്ക് ആശ്വാസമായി ഓടിയെത്തിയ നബി തിരുമേനിയെ ഇത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഓർക്കണം. പേരക്കുട്ടി പുറത്തു കയറി കളിച്ച നേരം അവന്റെ കളി തീരുവോളം സുജൂദിൽ മണ്ണോട് ചേർന്ന് ആനയായി കളിച്ച ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് മാതൃകയാക്കാൻ കഴിയണം. പിഞ്ചു കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട മാത്രയിൽ ആ ഉമ്മയുടെ മനസ്സ് പെടയാതിരിക്കാൻ വേണ്ടി ഫറള് നമസ്കാരം വരെ ചുരുക്കിയ പ്രവാചകനാണ് നമുക്ക് മാതൃക. മക്കളെ ഉമ്മ വെക്കാത്ത മരുഭൂമിയിലെ മനുഷ്യരോട് നിങ്ങൾക്ക് ഹൃദയത്തിൽ കാരുണ്യമില്ലാത്തവരാണ്, കാരുണ്യം വറ്റിയവരാണ് എന്ന് പ്രഖ്യാപിച്ച പ്രവാചകന്റെ അനുചരന്മാരാണ് നമ്മൾ. അടിമക്കുട്ടിയെ അടിച്ച സഹാബിയോട് കോപിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ശിക്ഷ നിനക്കിതിന്റെ പേരിൽ നരകമായിരിക്കുമെന്ന് അവനെ വിറപ്പിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച പ്രവാചകന്റെ ഉമ്മത്താണ് നമ്മൾ എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ആ പ്രവാചകനും സഹാബത്തുമൊക്കെ കുഞ്ഞിന്റെ ഒരു തുള്ളി കണ്ണീരിന് വില പറഞ്ഞവരായിരുന്നുവെങ്കിൽ ഇന്നത്തെ നമ്മുടെ സമൂഹം കുഞ്ഞുങ്ങളുടെ ഒരു കുടം ചോരക്ക് കാരണമാകുന്ന അവസ്ഥയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തിരിച്ചു ചിന്തിക്കണം. ഒരിക്കലും മുസ്ലിം പേരുള്ള ഒരാളുടെ അടുക്കൽ നിന്ന് ഒരു കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്ന വാർത്ത വരാൻ പാടില്ല. സ്വന്തം വീട്ടിലുണ്ടാകും, നാട്ടിലുണ്ടാകും. സ്വന്തം ആത്മവിചിന്തനം അവനവന്റെ മക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് ചെയ്തു. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ, നമുക്ക് നമ്മുടെ മക്കളെ സംരക്ഷിക്കുമാറാകട്ടെ. ഹൃദയബന്ധമുള്ള സമാധാനമുള്ള ഒരു കുടുംബത്തിൽ ഒരു കുടുംബജീവിതം നയിക്കാനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുന്നതാണ്.